சுப்பிரமணியம் இல்லையா பாட்டி? உள்ள இருக்கு. ஐயோ ஐயோ நாசம் பண்ணிட்டானே கடவுளே, இந்த வீட்டோட ஐஸ்வர்யம் எல்லாமே போச்சு. ஐயோ கடவுளே, நான் என்ன செய்வேன்? ஐயோ பாட்டி, என்ன ஆச்சு பாட்டி? இதோ பாருடா, இந்த பாவிக்கு என்ன கொடுமை பண்ணிருக்கேன் நீயே பாருடா. என்ன பண்ணிருக்கு? ഞാൻ ഒന്നും പണിയില്ല. എന്റെ മുടിപ്പേര് അമ്മച്ചിയാണോ? ഞാൻ ഒന്നും ചെയ്തില്ലേ? செய்யலையா? ചെയ്യല്ല. இந்த மூதேவியோட காலில் என்ன போட்டிருக்குன்னு பாருடா. കാലില് ചെരുപ്പ്. அது தெரியாம போட்டிருக்கும் பாட்டி. அது எப்படி தெரியாம போடுவோம்? தப்பு பண்ணிட்டு தெரியாம என்ன சொன்னா எப்படி? என்ன மாத்து மாதிரி முழிச்சிட்டு இருக்கு? பதில் சொல்லு. பண்ணினது தப்பு தானே? தப்பு தப்பு. எவ்வளவு தைரியம் இருந்தா தப்புன்னு தெரிஞ்சிட்டு செருப்பு போட்டு இந்த வீட்டுக்குள்ள வந்திருப்பேன். அந்த ஆளு பாவம் பாட்டி. தெரிஞ்சிருந்தா நிச்சயமா செருப்பு போட்டு உள்ள வந்திருக்கவே மாட்டேன். அது எப்படி உனக்கு தெரியும்? உங்ககிட்ட எத்தனை வாட்டி சொல்லி இருக்கு இந்த அசகியத்தை வீட்டுக்குள்ள ஏத்தாதேன்னு? இதோ பாரு பாட்டி, நீ தான் எனக்கு சொல்லி கொடுத்திருக்கு தெரியாம தப்பு பண்ணா அது தப்பு இல்லன்னு. அதனால இந்த ஆளை மன்னிச்சிட்டு பாவம். முதல்ல அதை எடுத்து வெளியில போட சொல்லு. ஐயோ ஏதோ அதை எடுத்து புறத்துட்டோம். அருவிட்ட முண்டம் ശങ്കര ഒന്ന് നിന്നോളൂ. എന്തിന് ഈ കരിവാട് കിളവി ഇവിടെ ഉള്ളപ്പോ എന്തിനാ പാവപ്പെട്ട പെണ്ണിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് കട്ടപ്പെടുത്തണത്? പാട്ടി ഒരു പഴഞ്ച മനസ്സിൽ കാര്യമല്ല. ആദ്യം ഒരു ചാവട്ട്, എന്നിട്ട് മതി പ്രേമവും പെണ്ണ് കാണലും ഒക്കെ. സ്വാമി അയ്യോ മഹാഭാവം പറയരുത്. എന്നാ സ്വാമി ഒരു കാര്യം ചെയ്യ, പട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്ന് ഗേറ്റ് ബോർഡ് എഴുതി തൂക്കണ പോലെ പാട്ടി കൊണ്ട് സൂക്ഷിക്കണമെന്നൊരു ബോർഡ് എഴുതി തൂക്കി. പല പരട്ട കിളവി ചാവിയില്ല. ഒന്നും പറയരുത്. എവിടെ നിന്ന് കിട്ടി സ്വാമി? പോന്നോളൂ, എല്ലാത്തിനും വഴി ഉണ്ടാക്കുന്നേ. നല്ല പ്രകാശ മടി താത്തേരെ കാലത്ത് ചെയ്തതാ. അറുത്ത് വിൽക്കാം. മൃദംഗം കൊള്ളാമല്ലോ സ്വാമി. ഇത് വിക്കില്ല. താത്തയെ ഞാനും വായിച്ചു പഠിച്ചതാ. ഇരിക്കും. ഇതും അടിച്ചോണ്ട് ഇവിടെ ഇരുന്നാ മതി. പെണ്ണ് പെണ്ണിന്റെ പാട്ടിന് പോവും. ഞാൻ എന്താ ചെയ്യേണ്ടത് ശങ്കര? ഇപ്പോഴത്തെ പെമ്പിള്ളേര് നേരെ ചൊവ്വ വേഷം കെട്ടിയവനെ 10 തൂട്ട് കയ്യിലുള്ളവനെ നോക്കൂ. ഒരു പാങ്ങും ഇല്ലാത്തവന്റെ കൂടെ ഏവളെങ്കിലും ഇറങ്ങി വരുമോ സ്വാമി? ശങ്കരൻ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കൂ. നോക്കട്ടെ. ആദ്യം ഈ സ്വിച്ച് കളയണം. അയ്യോ പാട്ടി, താൻ പോവേ, പ്രേമിക്കണ്ട. പാട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഇതും എടുത്ത് അടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ. എന്തൊരു പറഞ്ഞാലും പാട്ടി 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 ശരണം കെട്ട ജൂല. കുടുമി മുറിക്കാം. ഈ കണ്ണാടി മാറ്റി. അയ്യ, ഇത് മാറ്റി എനിക്ക് കണ്ണു കാണില്ല. സ്വാമിക്ക് പ്രേമിക്കണ്ടേ? എന്നാ ഈ കണ്ണാടി മാറ്റിയേ പറ്റൂ. മാറ്റാം. എന്നിട്ട് വേറെ ഫാഷനിലൊരെണ്ണം വയ്ക്കാം. പിന്നെ ഈ ക്ലാപ്പം വേഷമൊക്കെ അഴിച്ച് കളഞ്ഞിട്ട് ഡ്രസ്സും പാന്റ് ഷർട്ടും ഇടണം. അയ്യോ എന്തൊരു കീയേ, താൻ ശരിയാവൂല. അല്ല, ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറയണ പോലെ എന്നെ കേൾക്കണം. ശങ്കരന്റെ കണക്കുകളൊന്നും തെറ്റിയിട്ടില്ല, ഇനിയോട്ട് തെറ്റാനും പോണില്ല. അപ്പോ ഞാൻ പാന്റ് ഇട്ട രോഹിണി എന്നെ നോക്കോ? പാന്റ് വിട്ട് ഷർട്ടും അതിനത് ചെരുവി ഒരു ബെൽറ്റ് വിട്ട് അവിടെ മുമ്പിൽ ചെന്ന് നിന്ന രോഹിണിയല്ല അവിടെ തള്ള ഇങ്ങി പോരും. അത് വേണ്ട, രോഹിണി മാത്രം മതി. മതിയെങ്കിൽ മതി. ശരി, പക്ഷെ പാട്ടി. എന്തൊരു പാട്ടി? ഭർത്താവ് ചത്തിട്ടും തലയെ മൊട്ടയടിച്ച് കാവി ഉടുക്കാതെ പമ്പർന്നാര് സിനിമാ നടിയുടെ വേഷത്തിലല്ലേ ഇവിടെ ഇരിക്കണത്? ഒരു വാക്ക് പറ സ്വാമി, ആളുകളെ വിളിച്ച് മൊട്ടയടിപ്പിച്ച് കൈ തരാം. ശങ്കര, ഗുരുദോഷം പാട്ടിയെ പറഞ്ഞു. പാട്ടിലാക്ക്. അവിടെ ഇവിടെ വായുവിന്റെ അസുഖം, ഗുളിക എടുത്തില്ല. ഒരു 10 രൂപ വേണം സ്വാമി. അതിനകത്തൊന്നും ഇല്ല. ഇത് നിൽക്കുമോ? എണ്ണയും കിട്ടുമൊന്നും വേണ്ട സ്വാമി. തികഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ വന്ന് വാങ്ങിച്ചോളാം. ഇതോ പറയാൻ പാട്ടി. എന്താനെ ആണാ പറന്നാനാക്ക ഒരു ബുദ്ധി ഉപദേശിച്ചു കൊടുത്തപ്പം പിച്ച ചില്ലറ തന്നെ പട്ടത്. നീ വള